നമസ്കാരം, വെൽക്കം ടു അനു വ്ളോഗ്സ്. നമ്മളിന്ന് പോകുന്നത് ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിലേക്കാണ്. ചെട്ടികുളങ്ങരയുടെ, മാവേലിക്കരയുടെ, അതേപോലെ തന്നെ ഓണാട്ടുകരയുടെ ഒക്കെ പരദേവതയായ ചെട്ടികുളങ്ങര അമ്മയുടെ പുരാതനമായ ഈ മണ്ണിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വളരെ പ്രശസ്തമായ ചെട്ടികുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രം. തിരുവിതാംകൂർ ദേവസ്വം കണക്കുകളനുസരിച്ച് ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും അധികം വരുമാനം ലഭിക്കുന്നത് ഈ ക്ഷേത്രത്തിൽ നിന്നാണ്. ദേവി ആദിപരാശക്തിയുടെ അവതാരമായ ശ്രീ ഭദ്രകാളിയാണ് മുഖ്യപ്രതിഷ്ഠ. ഭദ്രകാളിയാണെങ്കിലും സരസ്വതി, മഹാലക്ഷ്മി, ദുർഗ എന്നീ ഭാവങ്ങളിലും വിരാജിക്കുന്നു. ജഗദീശ്വരിയുടെ ത്രിഗുണാത്മകമായ താന്ത്രിക ഭാവങ്ങൾ തന്നെയാണ് മേൽപ്പറഞ്ഞ 3 ഭാവങ്ങളും. 13 കരകൾ ഉൾപ്പെട്ടതാണ് ഈ ക്ഷേത്രം. ശ്രീ ആദിശങ്കരൻ്റെ ശിഷ്യനായ പത്മപാദ ആചാര്യരാൽ സമർപ്പിക്കപ്പെട്ടതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതനുസരിച്ച് വർഷം 843 മകരമാസത്തിലെ ഉത്രട്ടാതി നാളിലാണ് ക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നതെന്നും പറയപ്പെടുന്നു. ചെട്ടികുളങ്ങര കുംഭഭരണിയാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം. ഭക്തജനങ്ങൾ നടത്തുന്ന കുത്തിയോട്ടമാണ് ഈ ഉത്സവത്തിലെ പ്രധാന വഴിപാട്. ഈ ക്ഷേത്രത്തിൽ നടത്തിവരുന്ന നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു ഉത്സവമാണ് കെട്ടുകാഴ്ച. ഉത്സവ ദിവസം ഉച്ച കഴിഞ്ഞ് കെട്ടുകാഴ്ച ഉത്സവം നടക്കുന്നു. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള 13 കരകളുടെ പങ്കാളിത്തത്തോടെയാണ് കെട്ടുകാഴ്ച നടക്കുന്നത്. ഭീമാകാരമായ രൂപത്തിൽ വർണ്ണവിസ്മയം തീർക്കുന്ന കുതിരകളും അതേപോലെ തന്നെ വലിയ തേരുകളും ഹനുമാനും പാഞ്ചാലിയും ഭീമനും എന്നുവേണ്ട കണ്ണിന് കുളിർമയേകുന്ന മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ അണിനിരക്കുന്ന തേരും കുതിരയും ഭീമനും ഹനുമാനും ഒരുക്കുന്ന വർണ്ണക്കാഴ്ചയ്ക്ക് സമാനമായൊരു ദൃശ്യം ലോകത്തൊരിടത്തു നിന്നും നമുക്ക് കാണാൻ ലഭിക്കുന്നതല്ല. വലിപ്പം കൊണ്ടും വർണ്ണവിസ്മയം തീർക്കുന്ന കാഴ്ചകൾ കൊണ്ടും അതേപോലെ തന്നെ രാത്രിയിലെ അഗ്നിപ്രഭയുടെ ആ ഒരു ഐശ്വര്യം കൊണ്ടും തിളങ്ങി നിൽക്കുന്ന മനോഹരമായ ഈ കാഴ്ച കാണുന്നതിനായി ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഈ നാളിൽ ഈ മണ്ണിലേക്ക് ധാരാളം ആളുകളാണ് ഒഴുകിയെത്തുന്നത്. കുംഭഭരണി പോലെ തന്നെ വേറെയും പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ ഇവിടെ നടക്കുന്നു. ഉദാഹരണത്തിന് പറയെടുപ്പ് ഒരു ഉത്സവമായി നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ എതിരേൽപ്പ് ഉത്സവം, 13 ദിവസം നീളുന്ന എതിരേൽപ്പ് ഉത്സവം. 13 ദിവസങ്ങളിലും 13 കരക്കാരുടെ എതിരേൽപ്പ് ഉത്സവമാണ് ഇവിടെ നടക്കുന്നത്. അതേപോലെ തന്നെ മീനത്തിലെ അശ്വതി ഉത്സവം, അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാഴ്ചക്കാർക്ക് വളരെയേറെ കൗതുകം പകരുന്ന ഉത്സവങ്ങളാണിതെല്ലാം. ചെട്ടികുളങ്ങര ഭഗവതി കൊടുങ്ങല്ലൂർ അമ്മയുടെ മകളാണെന്നാണ് സങ്കല്പം. പണ്ട് ഈരഴത്തേക്ക് കരയിലെ ചെമ്പോലിൽ വീട്ടിലെ കുടുംബനാഥനും സുഹൃത്തുക്കളും തൊട്ട് അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ ഉത്സവം കാണാൻ പോകുകയും അവിടുത്തെ കരപ്രമാണിമാർ അവരെ എന്തോ പറഞ്ഞ് അപമാനിക്കുകയും ചെയ്തു. ദുഃഖിതരായ അവർ ചെട്ടികുളങ്ങരയിൽ മടങ്ങിയെത്തി പുതിയ ക്ഷേത്രം നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയും തീർത്ഥാടനത്തിനായി കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേക്ക് പോവുകയും ചെയ്തു. 12-ാം ദിവസം കൊടുങ്ങല്ലൂരമ്മ അവർക്ക് സ്വപ്ന ദർശനം നൽകുകയും ചെട്ടികുളങ്ങരയിൽ തൻ്റെ സാന്നിധ്യം ഉണ്ടാവുമെന്ന് അരുളി ചെയ്യുകയും ചെയ്തു. ഇതാണ് ഒരു ഐതിഹ്യം. കുംഭമാസത്തിലെ ഭരണി നാളിലാണ് ഇവിടെ കുംഭഭരണി കൊണ്ടാടുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും നേരിട്ട് വന്ന് ആ കാഴ്ച കണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ മാഹാത്മ്യവും അതിൻ്റെ ആ ചാരുതയും നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും കുംഭത്തിലെ ഭരണി നാളിൽ ചെട്ടികുളങ്ങര മണ്ണിലേക്ക് സ്വാഗതം. അപ്പോൾ ചെട്ടികുളങ്ങര അമ്മയുടെ ചെട്ടികുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ചെട്ടികുളങ്ങര അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. महिषासुरमर्दिनि रम्यकपर्दिनि शैलपुत्रि